ഇന്ന് തിരുസഭ മത അധ്യാപകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവകാലത്താണ് ചാൾസ് ബൊറോമിയോ ജീവിച്ചത്. മിലാനിലെ ഒരു പ്രഭു കുടുംബത്തിൽ പിറന്ന ചാൾസ് സഭാ സേവനത്തിനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. 1559 അദ്ദേഹത്തിന്റെ അമ്മാവനായ കർദിനാൾ ഡി മെഡിച്ചി പിയൂസ് നാലാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ചാൾസിനെ അദ്ദേഹം മിലാനിലെ അഡ്മിനിസ്ട്രേറ്ററായും കർദിനാൾ ഡീക്കനായും ഉയർത്തി. അപ്പോഴും ചാൾസ് ഒരു അൽമായനും വിദ്യാർത്ഥിയുമായിരുന്നു. വൈകാതെ അദ്ദേഹം വത്തിക്കാന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. വിവാഹം ചെയ്യണമെന്ന ബന്ധുക്കളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അദ്ദേഹം വൈദികനാകാൻ തീരുമാനിക്കുകയും 25-ാം വയസ്സിൽ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം മിലാനിലെ മെത്രാനായി നിയമിതനാവുകയും ചെയ്തു. ട്രെൻഡ് സുനോദോസ് നവീകരിക്കാൻ പാപ്പായെ പ്രചോദിപ്പിച്ചത് ചാൾസ് ആണ്. മിലാൻ രൂപത നവീകരിക്കാൻ അദ്ദേഹം അശ്രാന്ത പരിശ്രമം നടത്തി. സ്വന്തം ജീവിത മാതൃക കൊണ്ട് അദ്ദേഹം അവരെ നയിച്ചു. എല്ലാ ആർഭാടവും അദ്ദേഹം ഉപേക്ഷിച്ചു. സ്വയം പരിത്യാഗം സഹിച്ചു. 1576 ക്ഷാമകാലത്ത് അദ്ദേഹം ദിവസേന 70,000-ഓളം പേരെ കൂട്ടി. ജോലിഭാരം മൂലം അദ്ദേഹം രോഗിയാവുകയും 46-ാം വയസ്സിൽ മരണമടയുകയും ചെയ്തു. വിശുദ്ധ ചാൾസ് ബൊറോമിയോ ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ മതാധ്യാപകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ.